സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു. UDF-ലാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാണ്. മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് MK മുനീറിനെതിരെ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. മുനീറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇത്തവണ സീറ്റ് നൽകരുതെന്നുമാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ആവശ്യം. മുനീറിന്റെ സിറ്റിംഗ് സീറ്റായ കൊടുവള്ളിക്ക് പുറമെ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുള്ള കോഴിക്കോട് സൗത്ത് മണ്ഡലത്തെ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലെ ലീഗ് പ്രവർത്തകരാണ് സൈബർ പ്രചരണത്തിന് പിന്നിലെന്നാണ് മുനീർ അനുകൂലികൾ ആരോപിക്കുന്നത്. മുനീറിനെ ബോധപൂർവ്വം മാറ്റി നിർത്താനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും അവർ കരുതുന്നു. മുനീറിന്റെ ശാരീരിക അവശതകൾ ചൂണ്ടിക്കാട്ടിയാണ് സീറ്റ് നൽകരുത് എന്ന പ്രചരണം നടക്കുന്നത്. പാർട്ടിയുടെ യുവജന വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് കൂടുതൽ അവസരം നൽകണമെന്ന ആവശ്യവും ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട്. മുനീറിനെ അനുനയിപ്പിച്ച മത്സരരംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായി സൂചനകളുണ്ട്. നിലവിൽ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായ മുനീർ മത്സരിച്ചില്ലെങ്കിൽ അത് മലബാർ മേഖലയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്നാണ് മറുവിഭാഗം നേതാക്കളുടെ വാദം. എന്നാൽ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രതികരണം നടത്തുകയെന്ന് ഇന്നലെ തന്നെ ലീഗ് വ്യക്തമാക്കിയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങര വിട്ട് മലപ്പുറത്തേക്ക് പോരാട്ടം മാറ്റിയേക്കുമെന്ന വിവരവും പുറത്തുവരുന്നു. KM ഷാജിയെ വേങ്ങരയിലേക്ക് പരിഗണിക്കുന്നുവെന്നാണ് സൂചന. കാസർകോട്ടെ പ്രാദേശിക എതിർപ്പ് പരിഗണിച്ചാണ് ഷാജിയെ വേങ്ങരയിൽ പരിഗണിക്കുന്നത്. KM ഷാജിക്ക് ഉറച്ച സീറ്റ് നൽകാനാണ് സാദിഖലി തങ്ങൾ ആലോചിക്കുന്നത്.